ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ പുത്തനച്ചി പെരപ്പുറം തൂക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും എന്തിനാ ഇങ്ങനെ വീടി വലിക്കുന്നതെന്ന് നിധി ചോദിച്ചു കേട്ടോ. അതെനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പാത്രം നിറയെ വീടിക്കുറ്റി എടുത്തിട്ടേക്കുവാണ് നമ്മുടെ നിധി. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നോക്കി, എന്നിട്ട് എടുത്ത സൈക്കിൾ അവിടെ തന്നെ വെച്ചു. ഇത് മുഴുവൻ ഞാൻ വലിച്ച കുറ്റിയാണോ എന്ന് ചോദിച്ചു. അല്ലാണ്ട് വേറെ ആരും ഇവിടെ വലിക്കാറില്ലല്ലോ എന്ന് നിധി നേരത്തേക്കും പറയുന്നതൊക്കെ കേട്ട് നികേഷ് തൊട്ടരികിൽ ഇരിപ്പുണ്ട്. ഇതിലിത്തിരി കുറവായിപ്പോയി, സാരമില്ല, ഇന്ന് ഞാൻ വരുമ്പോൾ അതും കൂടെ നികത്താന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ വലിച്ചു വല്ല അസുഖം വരില്ലേ എന്ന് നിധി അച്ഛനോട് ചോദിക്കാം. ഈ വീട്ടിൽ മുഴുവനും വീടിയുടെ നാറ്റമാണെന്നും നിധി പറഞ്ഞു. അകത്തായാലും പുറത്തായാലും എപ്പോഴും ഓരോ നാറ്റമാണെന്നും പറഞ്ഞു. വലിക്കുന്ന ആൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അസുഖം വരും, അതറിഞ്ഞുകൂടെ എന്നൊക്കെ നിധി ഇങ്ങനെ ചോദിക്കുമ്പോൾ അസുഖമോ എനിക്കോ? അപ്പോൾ സുധീഷ് ഇറങ്ങി വന്നു. ഇവരുടെ സംസാരം കേൾക്കുക. സീരിയസ് ഐ ആം എ സ്ട്രോങ് ബോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ബോഡി വീടി വലിച്ചതുകൊണ്ടേ എനിക്ക് ഇതുവരെ ഒരു അസുഖം വന്നിട്ടില്ല എന്നും, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ വലിക്കും, ചായ കുടിച്ചാൽ വലിക്കും, കുടിച്ചില്ലെങ്കിൽ വലിക്കും, ഊണിന് മുമ്പ് വലിക്കും, ഊണിന് ശേഷം വലിക്കും, ഇങ്ങനെ ഉറക്കത്തിനിടയ്ക്ക് പോലും ഞാനിത് വലിക്കും. ഇത് എൻ്റെ വീട്, എൻ്റെ ശീലം എന്ന് പറയുക കേട്ടോ അച്ഛൻ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ഭയങ്കര വിഷമമായി. 12-ാം വയസ്സിലെ അച്ഛൻ്റെ കീശയിൽ നിന്ന് കട്ട് വലിക്കാൻ തുടങ്ങിയതാണെന്നും, പിന്നെ ഇങ്ങോട്ട് കയറി തിരുത്താൻ വരരുത് കേട്ടോ എന്ന് നിധിയോട് പറയുക കേട്ടോ. നിൽക്കുന്നു, നിന്നെ എൻ്റെ മോൻ കെട്ടിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ പേരിൽ എൻ്റെ കയ്യും കാലും കെട്ടാൻ വരല്ലേ മോളെ എന്ന് അച്ഛൻ നിധിയോട് പറയാം. അന്നേരം അച്ഛൻ എന്ത് വർത്തമാനം ഈ പറയുന്നത്, ഇയാളോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതെന്നിങ്ങനെ ചോദിക്കുമ്പം, എടാ എൻ്റെ വീട്ടിൽ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അച്ഛൻ മോനോട്. അപ്പോൾ വെറുതെ ചുമ്മാ എന്നെ രാവിലെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്ന് സുധീഷ് പറയാം. അപ്പോൾ പെണ്ണേടി മുറ്റടിച്ച് കഴിയുമ്പോഴേ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവരുടെ തലയിലോട്ട് കമത്ത്, ദേഷ്യം ഒന്ന് തണക്കട്ടെ എന്ന് അച്ഛൻ നിധിയോട് പറയുന്നു. ഇതൊക്കെ കേട്ട് നികേഷിന് സങ്കടം വന്നു. ഇവളെ താന്ന് അങ്ങനെ നിന്നാൽ മതി, അത് ഞാൻ കാണണ്ട, പിന്നെ പെണ്ണ് കുഞ്ഞാലി കേട്ടോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തമിഴ് പാട്ടൊക്കെ പാടി അങ്ങ് പോവുക. അപ്പോൾ അത് നിങ്ങളുടെ അച്ഛനാ, ആ റെസ്പെക്റ്റ് നിങ്ങൾ എപ്പോഴും കാണിച്ചിരിക്കണമെന്ന് നിധി പറയാം. എങ്ങനെയും പെരുമാറാമെന്ന് കരുതരുത് കേട്ടോ എന്ന് നിധി സുധീഷിന് പറഞ്ഞു കൊടുക്കുക. ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ തലയിൽ ഒഴിക്കാനൊന്നുമല്ല, ഈ മുറ്റത്തൊന്ന് തളിക്കാനാ, പൊടി പൊങ്ങാതിരിക്കാനാണെന്ന് പറയുമ്പം ഞാൻ കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് വെള്ളം എടുക്കാൻ പോണു. നിധി ജോലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം മോൾ ഇതെന്ത് ചെയ്യുക, ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഒപ്പം ഇറങ്ങി വന്നു. അങ്ങനെ എല്ലാം സുഭാഷ് ഏട്ടൻ ചെയ്യുന്നത് കൊണ്ട് അനിയന്മാരിങ്ങനെ മടിയന്മാരായി പോയതെന്ന് നിധി അന്നേരം പറയട്ടെ. ചിരിയൊക്കെ ചിരിച്ച് സുധീഷ് ഇങ്ങനെ വരുവാണ്. അപ്പം നികേഷ് ആ മൂലക്കെ പോയിരുന്നു പല്ല് തേച്ചുകൊണ്ടിരിപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കണ പോലുമില്ല. എന്നും പറഞ്ഞ് അങ്ങ് കൊടുത്തപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് വെക്കാനല്ല, അത് ആ കപ്പലെടുത്ത് മുറ്റം ആകെ തളിക്കാൻ സുധീഷിനോട് നിധി പറയണു. അപ്പോഴത്തേക്കും സുഭാഷിൻ്റെ നികേഷിന് ചിരി വന്നു. ചെയ്യാൻ വയ്യേന്ന് ചോദിച്ചു നിധി സുധീഷിനോട്. ഞാൻ ചെയ്തോളാം എന്നാ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതും കണ്ടുകൊണ്ട് നമ്മുടെ ഹരീഷും ഇറങ്ങി വരിക. എല്ലാവരും ഇങ്ങനെ സുധീഷ് വെള്ളം തളിക്കുന്നത് നോക്കി നിൽക്കുക. എന്നിട്ട് ചേട്ടനും അനിയന്മാരും നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ദേഹത്തേക്കും കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു സുധീഷ്. അപ്പോഴേക്കും നികേഷ് പല്ലൊക്കെ തേയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇവരുടെ അടുത്ത് കയറപ്പോൾ മതിയോ എന്ന് ചോദിച്ചാൽ സുധീഷ് ഇങ്ങനെ വന്നിങ്ങനെ നിധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് നിധി പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചൂലും സുധീഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിടിച്ചോളാനേ അടിമുടി അങ്ങ് പൊളിച്ചെഴുതും ആ വീടും പരിസരവും കാര്യങ്ങളും എല്ലാം നമ്മുടെ നിധി. ഇനി ഇവിടെയൊക്കെ അടിച്ചു വാരിക്കോളാൻ സുധീഷിനോട് പറഞ്ഞു. ഇപ്പോൾ സുഭാഷ് ഏട്ട നേരെ ഇങ്ങനെ നോക്കുക സുധീഷ്. അപ്പോൾ സുഭാഷ് ഏട്ട ഇനി മുതൽ മുറ്റടിക്കേണ്ട ജോലി നിങ്ങളുടെ അനിയന്മാർക്കാ, അത് ഓരോ ദിവസം ഓരോരുത്തരായിട്ട് മാറി ചെയ്തോളും കേട്ടല്ലോ ഒന്ന് നിധി. അല്ല അത് പിന്നെ എന്ന് പറഞ്ഞ് ഹരീഷ് നിൽക്കുമ്പം തുടങ്ങിക്കോളാൻ പറഞ്ഞു നിധി. എന്നാൽ പിന്നെ ഇന്ന് ഇവൻ ചെയ്യട്ടെ, നാളെ ഞാൻ ചെയ്തോളാവേ എന്ന് സുധീഷ്. വേണ്ട, ഇന്ന് ചേട്ടൻ തുടങ്ങി വെച്ചോ, നാളെ അവർ ചെയ്തോളും കേട്ടോ, അപ്പോഴേക്കും ഞാൻ സുഭാഷ് ഏട്ടനും കൂടെ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞ് നിധി അടുക്കളയിൽ കയറുമ്പം എന്താ അല്ല ഏട്ടത്തിയാണ് ചായ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു നികേഷ്. എന്താ ഞാൻ ഉണ്ടാക്കി നീ കുടിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ റിസ്ക് എടുക്കണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹലോ എനിക്ക് സുഭാഷ് ഏട്ടൻ പഠിപ്പിച്ചു തരും എങ്ങനെ നല്ല ചായ ഉണ്ടാക്കുന്നത്. അല്ല സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കും. പിന്നെ എന്താ മോളെ വാന്ന് പറഞ്ഞു. നമ്മൊന്ന് പോയാലോ, നീ പോരേന്ന് പറഞ്ഞു. അങ്ങനെ അനിയത്തിക്കുട്ടി ഏട്ടനും കൂടെ അകത്തേക്ക് കയറി പോകുമ്പോൾ പഠിക്കട്ടെടാ എന്നും പറഞ്ഞ് സുഭാഷ് നികേഷിൻ്റെ വയറിനിട്ട് റെഡിയും കൊടുത്തിട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ എടോ വായും പൊളിച്ചെന്ന് പണിയെടോ എന്ന് ഹരീഷ് സുധീഷിനോട് പറഞ്ഞു. എടാ നീ കണ്ടില്ലേ അവൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ വീടുമൊക്കെ ആയിട്ട് ഇണങ്ങിയത് എന്നിങ്ങനെ പറഞ്ഞു. അത് ശരിയാ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു, സുധീഷ് ഏട്ടാന്ന് പറഞ്ഞു. ഇനി ഈ വീട് അവളൊരു കോവിലാക്കി മാറ്റും, നീ കണ്ടോളാം സുധീഷ് പറയുമ്പം. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ബ്രദർ ഒരു കാര്യത്തിൽ എൻ്റെ സംശയം ഇതുവരെ മാറുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താടാ?
അല്ല ഏട്ടത്തി എങ്ങനെ ഇയാൾ ചൂസ് ചെയ്യുന്നു മാത്രമേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഹരീഷ് പറയുമ്പം എടാ നികേഷേ ദേ എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സഹിക്കാൻ പറ്റാത്ത കണ്ണുകടി ഇവനെന്ന് സുധീഷ് പറയുമ്പോൾ കണ്ണുകടിയല്ല ബ്രദർ, ഏട്ടത്തിക്ക് ഇയാളോട് അടുപ്പം തോന്നാനുള്ള കാരണമാണ് എനിക്ക് പിടികിട്ടാത്തത് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊരു നല്ല പെൺകുട്ടി ഇമാതിരി ഒരുത്തനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് ഓർത്തിട്ടുള്ളൊരു മനോവിഷമം അല്ലടാ നികേഷ, അല്ലടാ. പിന്നെ ഹരീഷ് നിൽക്കുമ്പം സുധീഷ് അടിക്കാൻ ചൂലും കൊണ്ടു വന്നു. നിൽക്ക് അവൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് അറിയട്ടെ. നീ പറയടാന്ന് പറഞ്ഞു സുധീഷ്. അപ്പം സുധീഷ് ഏട്ടാ അതെ എനിക്കും ആ ഡൗട്ടില്ലാതില്ല കേട്ടോ. അപ്പം എടാ നീയും ഇപ്പോൾ ഇവൻ്റെ കൂടെയാണോ ഇടാന്ന് ചോദിച്ചു. അപ്പം ചുമ്മാതെയാന്നേ, നിങ്ങൾ നല്ല അടിപൊളിയാടി, അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ അല്ലേ ഹരീഷേട്ടാ എന്ന് നികേഷ് വർമ്മ. ഇങ്ങേരുടെ കാര്യമായതുകൊണ്ടേ അത്ര പെട്ടെന്ന് നമ്പാനും പറ്റത്തില്ല മോനെ എന്ന് പറഞ്ഞു ഹരീഷ്. പിന്നെ ചേട്ടനും അനിയനും കൂടെ ചിരിയും കളിയൊക്കെ ആയിട്ട് അതിലിങ്ങനെ നടക്കുക. പിന്നെ നമ്മുടെ നിധിക്ക് ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക സുഭാഷ്. പാല് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ തിളച്ചു എന്ന് പറഞ്ഞു. അതെ ഇനി ഒരു 4 സ്പൂൺ ചായപ്പൊടി ഇടാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷ് പറഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ നിധി എല്ലാം ചെയ്തു. ദേ പാത്രത്തിൽ കിടന്ന് ചായ വെട്ടി തിളയ്ക്കുന്നു. നിധി അത് വാങ്ങി അരിപ്പയിൽ അരിച്ച് ഗ്ലാസ്സിലാക്കും. അപ്പം നിധി ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും സുഭാഷിന് ഭയങ്കര സന്തോഷം. സുഭാഷ് ഇങ്ങനെ നിധിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിധി എല്ലാവർക്കും ഉള്ള ചായ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചു. എന്നിട്ട് ഗ്ലാസ്സിൽ ചായ എടുത്ത് അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ടു. അങ്ങനെ അനിയത്തിക്കുട്ടിയുടെ ചായ എടുക്കലൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ചായ എടുത്ത് സുഭാഷിന് അതിനെ ആദ്യം കൊടുത്തു. അപ്പോൾ സുഭാഷ് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി ധൈര്യമായിട്ട് അവർക്ക് കൊടുത്തോളാൻ പറഞ്ഞു. സുധീഷ് ഇങ്ങനെ കമഴ്ന്ന് കിടന്ന് മുറ്റമടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു. അപ്പം നമ്മുടെ ഹരീഷ് വലിയ തുള്ളി ചാടി കയറിപ്പം നീ അധികം തുള്ളുവൊന്നും വേണ്ട, നാളെ നീ, മറ്റന്നാൾ ഇവൻ, അതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ എന്ന് നികേഷ് പറഞ്ഞു. അതിനൊന്നും എനിക്ക് വേറെ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അത് അപ്പോൾ എനിക്കൊരു കോളേജ് അത് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു പഠിപ്പിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സുധീഷ് നിൽക്കാം. അപ്പോഴേക്കും നമ്മുടെ നിധി ചായ ഇട്ടു. നീ ഇത്ര പെട്ടെന്ന് ചായ ഇട്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പക്ഷെ കുടിച്ചു കഴിഞ്ഞിട്ടേ പണി ബാക്കിയുള്ള തീർത്തോളണമെന്ന് പറഞ്ഞു. ചെയ്യാം എന്ന് പറഞ്ഞ് സുധീഷ് ചായ എടുത്തു. നികേഷ് ഹരീഷ് എല്ലാവരും ചായ എടുത്ത് കുടിച്ചു. അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ചായ കുടിച്ചപ്പോൾ ചായ സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതെ ചായ ശരിക്കും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ദേ ഈ സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പറാണെന്ന് സുധീഷ് പറയുമ്പോൾ എടാ എന്ന് പറഞ്ഞാൽ സുഭാഷ് ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ നിധിയും എല്ലാവരുടെയും നടുക്ക് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ നിധിയും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടുകാരനുമായിട്ട് സുധീഷ് സംസാരിക്കുക. അപ്പോൾ കൂട്ടുകാരൻ സുധീഷിനോട് നീ ആളെന്നാലും കൊള്ളാലോടെ ഒരു പുളിങ്കൊമ്പൊക്കെ തന്നെയാണല്ലോടാ നീ പിടിച്ചത്, അങ്ങനെയാണല്ലോ കേട്ടതെന്ന് പറയുമ്പം അങ്ങനെ അതൊക്കെ ശരിയാ, പെണ്ണുവരി കാശുള്ള വീട്ടിലേക്ക് തന്നെയാണ് എന്നെ കേട്ടുവെന്നും പറഞ്ഞു വാശി പിടിച്ചങ്ങ് നിന്നു. വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോഴേ എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി പോകുന്നതാണെന്ന് സുധീഷ് പറയാം. അപ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് കൂട്ടുകാരൻ പറഞ്ഞു. അല്ല നീ എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞേ. അത് പിന്നെ അതത്ര വിഷയമുള്ള കാര്യമൊന്നുമല്ല. നിൻ്റെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ, അപ്പം അതിപ്പോൾ നീയും കൂടെ അല്ലേ നോക്കി നടത്തുന്നതെന്ന് ചോദിച്ചു. അതെ. അപ്പോൾ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് നിധിക്ക് അവിടെ ഒരു ജോലി സാധ്യത ഉണ്ടോ എന്ന് അറിയാനാണെന്ന് പറഞ്ഞു. ആരാ നിധി? അപ്പോൾ എൻ്റെ ഭാര്യയാണെന്ന് സുധീഷ് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ ഇങ്ങനെ നോക്കാം. ആർക്കിടെക്ചർ കഴിഞ്ഞ കുട്ടിയാണ്, മാത്രമല്ല യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റാടാ. ഇത്രയും പഠിച്ചൊരു കുട്ടിയുടെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറയുന്നത് ശരിയാണോ? അല്ലല്ലോ എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ എനിക്കാകെ പരിചയമുള്ളത് നിൻ്റെ കമ്പനി മാത്രമല്ല, അതിലൊരു അവസരം കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് കരുതിയാണെന്ന് പറഞ്ഞു. അപ്പം നിനക്ക് എൻ്റെ അച്ഛനെ അറിഞ്ഞൂടെ? അതൊക്കെ അച്ഛൻ്റെ മേഖലയാണ്, എനിക്ക് അതിലൊന്നും ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞു. ആകെയുള്ള പണി അച്ഛൻ പറയുന്നിടത്ത് സൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു ജോലി മേടിച്ച് കൊടുക്കടാ. അവൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാടാ. അപ്പം നിനക്കറിയാമല്ലോ സുധീഷേ, അച്ഛന് ഞാൻ നിൻ്റെ കൂടെ നടക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല എന്നുള്ളത്. പിന്നെ ക്യാമ്പസിൽ ഒരു കൊല്ലം ഒരുമിച്ച് നടന്നവരല്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് വിടാത്തത്. നിൻ്റെ ഭാര്യയ്ക്ക് ജോലി എന്നൊക്കെ പറഞ്ഞാലേ എൻ്റെ അച്ഛനിപ്പോൾ തല്ലി ഓടിച്ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന കുട്ടി അവള് ജോലി വരെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാനൊരു വാക്കും കൊടുത്തു പോയടാ. അതാടാ. പിന്നെ നീയും ഞാനും കോളേജിൽ ഒരു കൊല്ലം എങ്ങനെ കഴിഞ്ഞവരാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. അപ്പം നടക്കില്ല സുധീഷേ, അച്ഛൻ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അതങ്ങ് പോകാൻ നോക്കി. അനുഭവം പോവല്ലേടാ, എനിക്ക് വേണ്ടി ഒരൊറ്റ തവണ നീ ഒന്ന് ചോദിക്കടാ. അപ്പോൾ ഒരു കാര്യമില്ല, അച്ഛൻ്റെ അടുത്തുനിന്ന് ഒന്നും ഒളിക്കാൻ പറ്റത്തില്ല, അന്ന് നടക്കുന്ന കാര്യമെല്ലാം പറയാൻ പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, ഓക്കെ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യാവോ, നീ ഒന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചൊന്ന് പറഞ്ഞു വിട്ടേക്കടാ. പ്ലീസ് ജോലിയൊന്നും കൊടുക്കണ്ട, വെറുതെ ഒരു ഇൻ്റർവ്യൂ നടത്തി വിട്ടേക്കുന്നേ, പ്ലീസ് അറ്റ്ലീസ്റ്റ് ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടാകുമല്ലോ. അച്ഛൻ വരട്ടെന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നിൻ്റെ അച്ഛൻ വരുന്നതിന് മുൻപേ നീ ഇൻ്റർവ്യൂ നടത്തിയാൽ മതിയെടാ, സംഭവം ഫിനിഷ് ആവില്ലേടാ എന്ന് ചോദിച്ചു. നീ ഇമ്പ്രസ്ഡ് ആയാൽ മാത്രം അച്ഛനോട് സംസാരിച്ചാൽ മതിയടാ.
എടാ ഒരു ഇൻ്റർവ്യൂ മാത്രമല്ലടാ പ്ലീസ് എടാ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കൂട്ടുകാരൻ്റെ കാല് പിടിക്കാം. ഇപ്പോൾ ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഇൻ്റർവ്യൂ മാത്രമെങ്കിലും നടത്തി കിട്ടിയാൽ മതി എടാ പ്ലീസ് എന്ന് പറഞ്ഞാൽ കൈ കൂപ്പം. അതൊക്കെ സുധീഷ് റിസ്ക് ആടാന്ന് പറയും. എടാ ഒരു റിസ്ക്കും ഇല്ലാത്ത കാര്യമില്ലടാ, എടാ വെറും ഒരു വാക്ക് ഇൻ്റർവ്യൂ അല്ലേടാ ഉള്ളൂ. എടാ പ്ലീസ് എടാ അനുഭവം ഒരു 1/2 മണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യടാ പ്ലീസ് എടാ, ഞാൻ നാളെ അവളെയും കൊണ്ട് വരാം. എടാ ഒരു 10 മിനിറ്റത്തെ കാര്യമല്ലേ, ഇൻ്റർവ്യൂ ഒന്ന് നടക്കണം പ്ലീസ് ഡാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുക സുധീഷ് കൂട്ടുകാരൻ്റെ. എടാ പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കടാ പ്ലീസ് ഡാ നീ കൂട്ടിക്കൊണ്ട് വന്നോ, പക്ഷെ ഇൻ്റർവ്യൂ നടക്കില്ലെന്നൊന്നും എനിക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി അത് മതിയെടാ. എടാ അവളൊരു ഇൻ്റർവ്യൂവിന് കൊണ്ട് ഇരുത്തിയാൽ മാത്രം മതിടാ പ്ലീസ്. താങ്ക്സ് ഡാ, ഒത്തിരി താങ്ക്സ്. അപ്പോൾ രാവിലെ 10 മണിയാകുമ്പോൾ നമുക്ക് കാണാവേ, എന്ന് വൈകണ്ട നീ പോയിക്കോയേ എന്ന് പറഞ്ഞ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടിട്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക. ദൈവമേ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നികേഷ് അവിടെ ഇരിക്കുമ്പോൾ നിധി അങ്ങോട്ടേക്ക് വന്നു. നികേഷേ എന്നും പറഞ്ഞു വിളിച്ചു. നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അതെ, എന്തെങ്കിലും വാങ്ങി വരണോ? വേണ്ട നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ എന്ന് നിധി പറഞ്ഞു. പോയി വരാമല്ലോ, എന്നാൽ പോയി റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റേ എന്ന് പറഞ്ഞോട് നികേഷ് ഒരുങ്ങാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇപ്പം നിധി അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നികേഷ് കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങി വന്നു. മൊബൈലിൽ ഇങ്ങനെ ഗ്ലാമറൊക്കെ നോക്കി സെറ്റപ്പായിട്ട് ഇറങ്ങി വരിക. അപ്പോൾ എടാ മതി, അമ്പലത്തിലേക്കല്ലേടാ പോണേ, വരുന്നത് ഏട്ടത്തിയുടെ കൂടെ അല്ലേ, ഒപ്പം എത്തിയില്ലെങ്കിലും കുറച്ചൊക്കെ ഗ്ലാമർ വേണ്ടേ എന്ന് നികേഷ്. അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. പൊന്നും കൂടെ തന്നെ എന്തിനാ പൊട്ട്, എനിക്ക് പക്ഷെ അങ്ങനെ അല്ലല്ലോ എന്ന് നികേഷ് നിധിയോട് പറയുമ്പോൾ നീ കൊള്ളാലോ എന്ന് നിധി. ഇപ്പം എങ്ങനെയുണ്ട് ചേട്ടത്തി, സൂപ്പറായോ? അപ്പോൾ സൂപ്പറായി എന്ന് പറഞ്ഞു. ഇനി പറ ഏതമ്പലത്തിലേക്ക് പോകണ്ടേന്ന് ചോദിച്ചു. അപ്പം നടന്നു പോകാവുന്ന ഏതെങ്കിലും അമ്പലത്തിലേക്കും നടന്നു പോകാൻ പറ്റുന്നു, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകും. അപ്പോൾ ഏട്ടത്തിക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞാൻ വീട് വിട്ട അമ്പലം വിട്ട വീട്, കോളേജ്, ഇങ്ങനെയൊക്കെ അല്ലേടാ ജീവിച്ചത്, അപ്പോൾ പിന്നെ ഇതൊക്കെയല്ലേ എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞു. നീയോ? അയ്യോ ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല, കൊല്ലത്തിലൊരിക്കൽ പോകുമെന്ന് പറഞ്ഞു. ഉത്സവത്തിനായിരിക്കുമല്ലോ ചോദിക്കുമ്പം ഉത്സവത്തിന് പോകും, പക്ഷേ ഉള്ളിൽ കയറാറില്ല എന്ന് പറഞ്ഞു. ഉള്ളിൽ കയറി തൊഴുന്നത് പിറന്നാളിൻ്റെ അന്ന് മാത്രമാണെന്ന് നികേഷ് പറയാം, അല്ലാതെ പോയാൽ എന്താ കുഴപ്പം? ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്നോ നികേഷ് ചോദിച്ചു. എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യണോ തന്നെ ചെയ്യണമെന്ന് നിധി പറയുമ്പം ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഏട്ടത്തി, അതുകൊണ്ട് പോകാനും തോന്നാറില്ല എന്നും, പിന്നെ ഒറ്റയ്ക്ക് പോകാൻ എനിക്കിഷ്ടമല്ല. പിറന്നാളിന് തന്നെ സുഭാഷ് ചേട്ടൻ കൂട്ടിക്കൊണ്ട് പോകുന്ന കേട്ടോ, പക്ഷേ ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. അതെന്താ? കഴിഞ്ഞ പിറന്നാളിന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു, അതെനിക്ക് പുള്ളി സാധിച്ചു തന്നു നികേഷ് പറയാം. അതെന്ത് കാര്യമാണെന്ന് നിധി ചോദിക്കുമ്പോൾ അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അത് കഷ്ടമാട്ടോ, എന്നോട് പറയില്ലെന്ന് ചോദിക്കുമ്പം എൻ്റെ ഏട്ടന്മാരിൽ ആരെങ്കിലും ഒരാളെ ഏട്ടത്തെ വിവാഹം കഴിച്ച് കൊണ്ടുവരണേന്ന്. അതിപ്പോൾ നടന്നില്ലേ എന്ന് നികേഷ് പറയാം. ഞാൻ മനസ്സിൽ വിചാരിച്ചതേ സുഭാഷ് ചേട്ടൻ്റെ കല്യാണമാണ്, പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം ഒരിത്തിരി മാറിപ്പോയി. സാരല്ല, ഇന്ന് ചെല്ലുമ്പോഴേ സുഭാഷ് ചേട്ടൻ്റെ കാര്യം ഒന്നുകൂടെ നമുക്കൊന്ന് പറയാമെന്ന് പറഞ്ഞു. ഏട്ടത്തിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യണേ, കൂടുതൽ ആളുകൾ പറയുമ്പോഴേ പുള്ളി കേൾക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹലോ നിധി, നികേഷ എന്ന് പറഞ്ഞു പിറകെ ഓടി വരിക ഒരാൾ. അപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സുനന്ദ. ഇതെന്തിനാ ഇങ്ങനെ കിതയ്ക്കുന്നേ എന്ന് സുനന്ദയോട് നികേഷ് ചോദിക്കുമ്പോൾ ഓടിയ പിന്നെ കിതക്കില്ലടാ മണ്ടാന്ന് ചോദിക്കുകയാണ് നമ്മുടെ സുനന്ദ. നടന്നു വന്നാൽ പോരായിരുന്നു ചോദിക്കുമ്പം ഞാൻ നിങ്ങളുടെ അടുത്തത്തെ എത്താനായിട്ട് ഓടിയതല്ലേ എന്ന് ചോദിച്ചു. ഓഹോ അങ്ങനെ, അല്ല എങ്ങോട്ടാണ് പോകുന്നേ? അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്പലത്തിലേക്കാ. ആണോ? എന്നാ ഏതമ്പലത്തിലേക്കാണ് പോണേ? ഇവിടെ അടുത്തുള്ള ക്ഷേത്രമില്ല, അവിടേക്കാണ് പോണേന്ന് പറയുമ്പം ഞാനും അങ്ങോട്ടാണെന്ന് പറഞ്ഞു. എന്നൊരു കാര്യം രണ്ടുപേരും കൂടെ സെയിം പിച്ച് പറയാൻ പറഞ്ഞു നികേഷ്. അപ്പോൾ നീ അവിടേക്കല്ലേടാ? അതെ. അപ്പോൾ പിച്ച് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു നികേഷിട്ട് പിച്ച് കൊടുത്തു. മൂത്തവരോട് കളിക്കരുത്, പ്രത്യേകിച്ച് ഏട്ടത്തിയുടെ സ്ഥാനത്തുള്ള ഒരാളോടെന്ന് പറയുമ്പോൾ അയ്യേടാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ നികേഷ്. എന്താടാ? നടക്കാം അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ ഇവരുടെ കൂടെ അങ്ങ് പോകുക കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും നടന്നു പോകുമ്പോൾ നിധിയെ ഇങ്ങനെ നോക്കുവന്ന്. നിധി ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് നമ്മുടെ സുനന്ദ പറഞ്ഞു. അപ്പോൾ താങ്ക്സ് ഒക്കെ പറയാം, സുനന്ദയെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ വീണ്ടും സെയിം പിച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നികേഷ്. അപ്പോൾ ഞാൻ തമാശ പറഞ്ഞതല്ല, ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയാം നിധി, പക്ഷെ അത് പറയേണ്ടവർ മാത്രം മുഖത്ത് നോക്കി പറയില്ല. അതാരാ പറയാത്തത് എന്ന് നിധിയും നികേഷും ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്. പേരിൻ്റെ ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം ഷ്. ഇനി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയാമെന്ന് നികേഷ്. സുധീഷ്. അയ്യോ സുനീഷ് അല്ല, പിന്നെ പറ. സുപ്രേഷ്. ഒന്ന് പോടാ അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കാം. നിധിക്കറിയാമോ എന്ന് സുനിത ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ കിട്ടിയെന്ന്. സുന്ദരേഷ്, നിൻ്റെ തല പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് നിധി സുനന്ദ ഇങ്ങനെ പറയാം. അപ്പോൾ സുഭാഷാണോ എന്ന് നിധി ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞ തലയായിട്ടുക നമ്മുടെ സുനന്ദ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം കിട്ടി സുസ്മരേഷ് എന്നും പറഞ്ഞു നമ്മുടെ നികേഷ് ചാടിക്കയറി പറഞ്ഞു. ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഓടുക സുനന്ദ അടിക്കാനായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോണു. പിന്നെ
ഭയങ്കര സന്തോഷമായിട്ട് ഇവർ 3 പേരോട് അമ്പലത്തിൽ പോയി. പിന്നെ കാണിക്കും നമ്മുടെ സുധീഷിനെ കേട്ടോ. സുധീഷ് ഒരു തുണിക്കടയിൽ കയറി, എന്നിട്ട് ഒരു ചുരിദാർ വേണമെന്ന് പറഞ്ഞു. ചുരിദാറോ എങ്ങനത്തെയാണെന്ന് ചോദിച്ചു. 2 തന്നെ കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി കോസ്റ്റ്ലി ആവും കേട്ടോ എന്ന് അവർ പറയാം. അപ്പോൾ കോസ്റ്റ്ലി എന്നൊക്കെ പറയുമ്പോൾ 1000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആണോ? അത് കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാറ് സൈസ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. സൈസോ? അയ്യോ എന്ന് നേരെ നിൽക്കാവോന്ന് ചോദിച്ചു. അപ്പോൾ പെങ്കൊച്ച് നേരെ നിന്നു. എന്നിട്ട് അതിനിങ്ങനെ നോക്കുക. അപ്പോൾ ആ കുട്ടിയുടെ സൈസിലുള്ളത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള ആളെന്ന് പറഞ്ഞു. ഓ, ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴും പഞ്ചാരയ്ക്ക് കുറവില്ലല്ലോ എന്ന് ഓർത്തതാകട്ടോ എന്നിങ്ങനെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പറയുമ്പം നോട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കണം. അതിനുശേഷം പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ സുധീഷ് ഇങ്ങനെ എടുക്കുമ്പോഴും ആ പെങ്കൊച്ചിനെ ശരിക്കും അങ്ങോട്ട് സോപ്പിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ഹരീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ ദേഹത്തെ ഡ്രസ്സ് വെച്ച് നോക്കിയിട്ട് ഒന്ന് തിരിയോ, അങ്ങോട്ട് തിരിയോ, ഇങ്ങോട്ട് തിരിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ നിർത്തും. അപ്പോൾ ഹരീഷ് അതെല്ലാം അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതെന്തിനാ ഈ പെണ്ണിന് ഇങ്ങനെ തിരിച്ചൊക്കെ നിർത്തുന്ന ഈ സുധീഷ് ചേട്ടൻ, ഇത് എന്നാ സംഭവം? അപ്പോൾ കുട്ടി ഒന്ന് ഇച്ചിരി ഇങ്ങോട്ട് തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ, എന്നിട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്തും. ഇത് മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നു. ഹരീഷ് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഈ സുധീഷിൻ്റെ ഓരോ കാട്ടായങ്ങൾ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.